പ്രകാശം എന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ക്രമപ്രതിപതനം പഠിച്ചു. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വിസരിത പ്രതിപതനം, അതായത് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. മലയാളം വാക്ക് ഉറപ്പായിട്ടും പഠിച്ചു പോവുക. വിസരിത പ്രതിപതനം എന്താണെന്ന് നോക്കിയാലോ. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു. ശ്രദ്ധിക്കുക, ക്രമരഹിതമായി പ്രതിപദിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. ഇതിന്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. ക്രമപ്രതിപതനം എങ്ങനെയായിരുന്നു? ക്രമമായി പ്രതിപദിക്കുന്നു. ആ ഇമേജിൽ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് വിസരിത പ്രതിപതനമാണ്. അവിടെ നോക്കിയേ, ക്രമരഹിതമായി. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാണ് പഠിക്കുക. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. കിട്ടിയോ? ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. ഒന്നുകൂടി പറയാം, കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം, അതായത് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ.